കേന്ദ്രമന്ത്രിയായ ശേഷം ഓരോ ദിവസവും സുരേഷ് ഗോപി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എതിരായ ഒരു വാർത്തയിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേരള ഗവർണറെയും ദേശീയ ഗാനത്തെയും അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയെന്ന് ആരോപണവുമായി മന്ത്രി വി ശിവൻകുട്ടി എത്തിയിരിക്കുന്നു. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒളിമ്പിക് റണ്ണിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിലാണ് സംഭവം. പരിപാടിക്ക് മുന്നോടിയായി ഇറക്കിയ നോട്ടീസിൽ സുരേഷ് ഗോപിയുടെ പേരില്ലായിരുന്നുവെന്നും രാവിലെ പ്രോഗ്രാം നോട്ടീസിലാണ് സുരേഷ് ഗോപിയുടെ പേര് ഇടം പിടിച്ചതെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഗവർണർ പങ്കെടുത്ത ചടങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ സുരേഷ് ഗോപി വേദിയിൽ നിന്നിറങ്ങി വിദ്യാർത്ഥികളുടെ ഇടയിൽ ചെന്ന് നിന്നു. ഇതോടെ വിദ്യാർത്ഥികൾക്കിടയിൽ ബഹളമായി. പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും പറയപ്പെടുന്നു. ഗവർണർ പ്രസംഗിക്കുമ്പോൾ സുരേഷ് ഗോപി സ്റ്റേജ് വിട്ട് ഇറങ്ങിയിരുന്നു. ഇതോടെ അവിടെ നിന്നിരുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ജനക്കൂട്ടം സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് നീങ്ങുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ ഉണ്ടായ ബഹളം മൂലം ഗവർണറുടെ പ്രസംഗം ശരിക്കും കേൾക്കാത്ത അവസ്ഥയുണ്ടായെന്ന് മന്ത്രിമാരായ ശിവൻകുട്ടിയും GR അനിലും പറഞ്ഞു. ദേശീയ ഗാനാലാപനത്തിന് ശേഷം പ്രസംഗവും അതിനുശേഷം ഒളിമ്പിക് റണ്ണിന്റെ ഫ്ളാഗ് ഓഫുമായിരുന്നു ഗവർണർ നടത്തേണ്ടിയിരുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ സുരേഷ് ഗോപി കുട്ടികൾക്കിടയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് നടത്തി. ഗവർണർ, പൊതുവിദ്യാഭ്യാസ മന്ത്രി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി, ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ വേദിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇങ്ങനെ സുരേഷ് ഗോപി ചെയ്തത്. ഗവർണറെയും ദേശീയ ഗാനത്തെയും അപമാനിക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി കൈക്കൊണ്ടതെന്നും ഇത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും മന്ത്രിമാർ പറഞ്ഞു. കമ്മീഷണർ സിനിമയിലെ പോലീസ് ഓഫീസറാണ് താൻ ഇപ്പോഴും എന്ന ധാരണയിലാണ് സുരേഷ് ഗോപിയെന്നും ജനപ്രതിനിധിയാണെന്ന തോന്നൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പരിഹസിച്ചു. ഒരിക്കലും ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു അഭിനേതാവെന്ന നിലയിലാണ് സുരേഷ് ഗോപി ഇവിടെ പ്രവർത്തിച്ചത്. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇനി 5 വർഷം സുരേഷ് ഗോപി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് കണ്ടറിയണമെന്നും പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം രാജ്യത്തെ ഭരണനിർവഹണ സംവിധാനങ്ങളോട് വലിയ ബഹുമാനമുള്ള ആളായതുകൊണ്ടാണോ ശിവൻകുട്ടി നിയമസഭ തല്ലിപ്പൊളിച്ചെന്ന ചോദ്യമാണ് മറുപക്ഷം ഉയർത്തുന്നത്.